ലെക്സ് ഫ്രിഡ്മാൻ എന്ന അമേരിക്കൻ പോഡ്കാസ്റ്ററുമായാണ് 3 മണിക്കൂർ 17 മിനിറ്റ് മോദി സംസാരിച്ചത്. നിസ്സാര സമയമല്ല, 3 മണിക്കൂർ 17 മിനിറ്റ് ഒറ്റയിരിപ്പിൽ ഇന്ത്യൻ പ്രധാനമന്ത്രി മോദി അമേരിക്കയിൽ ചെന്നപ്പോൾ ലെക്സ് ഫ്രിഡ്മാന്റെ മുമ്പിൽ ഇരുന്നു കൊടുത്തു. എല്ലാ ചോദ്യങ്ങൾക്കും ഒരുപാട് ചോദ്യങ്ങൾ ചോദിച്ചു. അദ്ദേഹത്തിന്റെ ബാല്യകാലത്തെക്കുറിച്ച്, പട്ടിണിയെക്കുറിച്ച് പറഞ്ഞു. അന്നൊരു വെള്ള ഷൂ ആയിരുന്നു ധരിച്ചത്. അത് ചോക്ക്, സ്കൂളിൽ മിച്ചം വരുന്ന ചോക്ക് ഉപയോഗിച്ചുകൊണ്ട് അതിലെ ചെളി മാറ്റുമായിരുന്നു. അദ്ദേഹത്തിന്റെ വ്യക്തി ജീവിതത്തെക്കുറിച്ച്, ധ്യാനത്തെക്കുറിച്ചുള്ള താല്പര്യം, ഭക്ഷണം കഴിക്കാതെ ഉപവസിക്കുന്നത്, അത് ലോകരാഷ്ട്ര തലവന്മാരെ കാണാൻ പോകുമ്പോഴും ഉപവാസ സമയമാണെങ്കിൽ കഴിക്കില്ല, ഒന്നും കഴിക്കില്ല. അങ്ങനെ ഉപവാസം, ധ്യാനം, ഹിമാലയത്തിലേക്കുള്ള യാത്ര. മോദി പറയുകയാണ്, മോദി എന്ന് പറയുന്ന വ്യക്തി അപ്രസക്തമാണ്. ഞാൻ സംസാരിക്കുന്നത് 140 കോടി ജനങ്ങൾക്ക് വേണ്ടിയാണ്. മോദി എന്ന് പറയുന്ന വ്യക്തി ലോകരാഷ്ട്ര തലവന്മാർക്ക് ഷെയ്ക്ക് ഹാൻഡ് കൊടുക്കുമ്പോൾ ആ ഷെയ്ക്ക് ഹാൻഡ് മോദി എന്ന വ്യക്തിയുടേതല്ല, നേരെ മറിച്ച് 140 കോടി ജനങ്ങളുടെ ഷെയ്ക്ക് ഹാൻഡ് ആണ്. പാകിസ്ഥാൻ വഞ്ചിക്കുന്ന രാജ്യമാണ്. പാകിസ്ഥാനുമായി സമാധാനത്തിന് ശ്രമിച്ചു. തന്റെ സത്യപ്രതിജ്ഞയ്ക്ക് പാക് പ്രധാനമന്ത്രിയെ ക്ഷണിച്ചു. പക്ഷേ പാകിസ്ഥാൻ ഒരിക്കലും സമാധാനം ആഗ്രഹിക്കുന്നില്ല. അവർക്ക് വേണ്ടത് യുദ്ധവും കലാപവുമാണ്. അതുകൊണ്ട് വഞ്ചിക്കുന്ന ഒരു സമൂഹമായി പാകിസ്ഥാനെ കാണുന്നു, അകറ്റി നിർത്തുന്നു. ചൈന അങ്ങനെയല്ല. ചൈനയുമായി ചില അതിർത്തി തർക്കങ്ങളൊക്കെ ഉണ്ട്. പക്ഷേ ചൈനയുമായി സംഭാഷണം നടത്തിയപ്പോൾ അവർക്ക് കാര്യങ്ങൾ മനസ്സിലായി. അതുകൊണ്ട് ഊഷ്മളമായ ബന്ധവുമായി മുമ്പോട്ട് പോകുന്നു എന്നാണ് മോദി പറഞ്ഞത്. ലോകത്തെ അത്ഭുതപ്പെടുത്തുന്ന ഒരു സംഭാഷണമായിരുന്നു മോദിയുടേത്. മോദി മിണ്ടില്ല, വാതുറക്കില്ല. ആരൊക്കെയോ എഴുതി വെച്ചിരിക്കുന്നത് നോക്കി വായിക്കും. പ്രോംപ്റ്ററിന്റെ സഹായത്തോടെ മാത്രം സംസാരിക്കുമെന്ന് പറഞ്ഞെടുത്ത് മോദി ഒരു പ്രോംപ്റ്ററിന്റെ സഹായമില്ലാതെ ചോദിച്ച ചോദ്യങ്ങൾക്കെല്ലാം 3 മണിക്കൂറിലധികം നീണ്ട ഉത്തരം പറഞ്ഞിരിക്കുന്നു. ഒരു ആശങ്കയുമില്ലാതെ എല്ലാ ഉത്തരവും വളരെ ആദരവോടുകൂടി ലോകം കാണുന്നു. ലോകത്തെ അക്ഷരാർത്ഥത്തിൽ അത്ഭുതപ്പെടുത്തി മോദി എന്ന ഭരണാധികാരി. അത് തന്നെയാണ് ലെക്സ് ഫ്രീഡ്മാൻ പറഞ്ഞത്. ഞാൻ ഒരുപാട് പേരെ കണ്ടിട്ടുണ്ട്, ഒരുപാട് അഭിമുഖം എടുത്തിട്ടുണ്ട്. പക്ഷേ ഇദ്ദേഹം അതിശയിപ്പിക്കുന്നു. മോസ്റ്റ് ഫാസിനേറ്റിംഗ് പേഴ്സണാലിറ്റി ഐ എവർ മെറ്റ് എന്നാ പറഞ്ഞു. ഞാൻ കണ്ട ഏറ്റവും അതിശയകരമായ, അത്ഭുതകരമായ മനുഷ്യനാണ്. സാധാരണമായ ജീവിത വീക്ഷണമുള്ള ഒരു വല്ലാത്ത നേതാവാണ്. ഇന്ത്യയുടെ ഭാഗ്യമാണ് മോദിയെ പോലൊരു നേതാവിനെ പ്രധാനമന്ത്രിയായി കിട്ടിയത് എന്നാണ് ലെക്സ് ഫ്രീഡ്മാന്റെ നിരീക്ഷണം. ഇതുവരെയുള്ള പല വിമർശനങ്ങളും ഇല്ലാതാക്കിക്കൊണ്ട് മോദി ഒരു പോഡ്കാസ്റ്റിലൂടെ സകലരെയും അത്ഭുതപ്പെടുത്തിയിരിക്കുന്നു, വിമർശകരുടെ നാവടപ്പിച്ചിരിക്കുന്നു.